നമസ്കാരം. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് CPMന്റെ ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ വ്യാപകമായി പരിശോധിക്കാൻ ആദായനികുതി വകുപ്പ് തയ്യാറെടുക്കുന്നുണ്ട്. അത് നടക്കുന്നുണ്ട്. കോടികളുടെ ബാലൻസ് ഉള്ള തൃശ്ശൂരിലെ അക്കൗണ്ട് മരവിപ്പിച്ചതോടെയാണ് കൂടുതൽ നടപടി വരുമെന്ന ഭീതിയിൽ CPM ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒന്നും ഒളിക്കാനില്ല എന്നും എല്ലാ ഇടപാടുകളും നിയമപരമാണ് എന്നും പാർട്ടി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിലും EDയും ആദായനികുതി വകുപ്പും സംയുക്തമായി കരുവന്നൂർ കേസിൽ പിടിമുറുക്കുന്നത് CPMനെ കടുത്ത പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ദിവസമൊക്കെ തൃശ്ശൂർ MG റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ ആദായനികുതി ഉദ്യോഗസ്ഥർ ഏറെ നേരം പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അക്കൗണ്ടിലാണെങ്കിൽ വെളിപ്പെടുത്താത്ത വൻ തുകകൾ കണ്ടെത്തുന്നു. ജില്ലയിലെ മറ്റു ദേശസാൽകൃത ബാങ്കുകളിലടക്കം CPMന് അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ളത് ആ കാര്യം ആദായനികുതി വകുപ്പ് ഇപ്പോൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ബിനാമി പേരുകളിൽ അക്കൗണ്ടുകൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയേറെയാണ് എന്നുള്ള കാര്യം ആദായനികുതി വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഇപ്പോൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് CPMന് വേറെ ചില അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരഞ്ഞെടുപ്പ് തൊട്ടരികിലെത്തിയപ്പോൾ CPMന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുവാൻ ആദായനികുതി വകുപ്പ് എത്തിയത് പാർട്ടിക്കകത്ത് വലിയ ആശങ്ക ഉളവാക്കുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ വരും ദിനങ്ങളെന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന നടപടികളും വെളിപ്പെടുത്തലുകളും ഉണ്ടാകുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. കാരണം അത്തരത്തിൽ ആദായനികുതി വകുപ്പും EDയും വലിയ അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ സഹകരണ സംഘങ്ങളിലെ അഴിമതികൾ ഉൾപ്പെടെ തൃശ്ശൂരിലെ CPM നേതൃത്വം ഇന്നോളം നടത്തിയിട്ടുള്ള വൻ കൊള്ളകളുടെ പണമാണ് ഈ ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചത് എന്ന് അടക്കമുള്ള വാർത്തകളും വരുന്നുണ്ട്. പണം തിരികെ നൽകാതെ നിക്ഷേപകരെ കബളിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കബളിപ്പിക്കുന്ന ഒരു സർക്കാരായി ഇത് മാറിയിരിക്കുന്നു. ഇത് കടുത്ത വഞ്ചനയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിൻ്റെ മറവിൽ ജില്ലയിലെ CPM നേതൃത്വം നടത്തിയിട്ടുള്ള അഴിമതിയുടെ ചെറിയ അംശം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. സമഗ്രവും നിഷ്പക്ഷവുമായിട്ടുള്ള അന്വേഷണം നടത്തിയാൽ ഞെട്ടിക്കുന്ന പല വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷമടക്കമുള്ളവർ പറയുന്നത്. CPM BJP ഡീൽ ഉറപ്പിക്കുന്നുവെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാമെന്ന് അനിൽ അക്കരെ MLA പറയുന്നുണ്ട്. കാരണം ഓരോ ദിവസവും CPM ജില്ലാ കമ്മിറ്റിയുടെ പുതിയ സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തു വരികയാണ് എന്നുള്ളതാണ്. അതനുസരിച്ചിട്ട് BJP അവരുടെ വിലപേശൽ തന്ത്രം കൂട്ടുന്നു എന്ന് പറയപ്പെടുന്നു. CPM BJP ഡീൽ കൂടുതൽ ഉറപ്പിക്കുന്ന നടപടികളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ശക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ടും മോദി പ്രഖ്യാപനം നടത്തിയിട്ടും മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാത്തത് ഈ ഡീലിൻ്റെ ഭാഗമാണ് എന്ന് പറയുവാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം കരുവന്നൂർ കേസിൽ അടിയന്തരമായി തീർക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ടും പൂർത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം ഇപ്പോൾ ഹൈക്കോടതിയിലെ തന്നെ നിരീക്ഷണത്തിലാക്കണമെന്നും മാത്രമല്ല ഈ CPM സംസ്ഥാന സെക്രട്ടറി ED അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും EDയോട് തൃശ്ശൂരിലെ നേതാക്കൾ സഹകരിക്കുന്നത് ജില്ലയിലെ CPM നേതാക്കൾ പാർട്ടിയെ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയത് കൊണ്ടാണ് എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാരനായിട്ടുള്ള അനിൽ അക്കരയ്ക്ക് പറയുവാനുള്ളത്. പക്ഷേ അനിൽ അക്കരയുടെ ആ വാദങ്ങൾ വേണമെങ്കിൽ ഒരു പ്രതിപക്ഷ വാദമായിട്ട് നമുക്ക് കാണാം. പക്ഷേ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ CPMന്റെ അവസ്ഥ എന്ന് പറയപ്പെടുന്നത് വളരെ പരിതാപകരമാണ് എന്ന് പറയേണ്ടി വരും. അറസ്റ്റ് എപ്പോഴും ഉണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുന്നവർ തന്നെയാണ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുള്ള സഖാക്കൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ PK ബിജു അടക്കമുള്ളവരുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അത് ആ മൊഴികൾ രേഖപ്പെടുത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട്. ആദായനികുതി വകുപ്പും ഒരേ സമയം EDയും വളരെ കൃത്യമായുള്ള അന്വേഷണത്തിലൂടെ ഇത് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഇങ്ങനെ BJP CPM ബന്ധം പറഞ്ഞു വേണമെങ്കിൽ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിന് മുന്നോട്ട് പോകാം. പക്ഷേ ആ ബന്ധം അങ്ങനെ ഉണ്ടോ എന്നറിയണമെങ്കിൽ ഇങ്ങനൊരു അന്വേഷണത്തിലേക്ക് എത്തേണ്ടതില്ലല്ലോ എന്ന് BJP പോലും പറയില്ലേ. കാരണം BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്, BJPയുടെ അണ്ടറിലാണ് ED എന്ന് പറയപ്പെടുന്നത് ഉള്ളതെങ്കിലും ഈ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞയച്ചിട്ടാണോ ഇവിടെയൊക്കെ ഈ അന്വേഷണം നടത്തുന്നത് എന്ന് പൊതുസമൂഹവും ചോദിക്കില്ലേ. ഇവിടെ ബാന്ധവത്തിൻ്റെ കാര്യം മാറ്റിവെച്ചു കഴിഞ്ഞാൽ അങ്ങനെ ബാന്ധവം ഉണ്ടായിരുന്നുവെങ്കിൽ RSS BJP CPM എന്ന് പറയപ്പെടുന്നവർ തമ്മിലൊരു ബാന്ധവം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു. വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണമല്ലേ നടന്നു വരുന്നത്. അങ്ങനെയാണെങ്കിൽ BJP എന്ന് പറയപ്പെടുന്ന കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിക്ക് അത്തരത്തിലൊരു ഇടപെടൽ നടത്തേണ്ടതില്ല എന്നതിൻ്റെ സൂചനയല്ലേ ഇതിലൂടെ ഉണ്ടാകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം CPM ഭരിക്കപ്പെടുന്ന കരുവന്നൂർ അടക്കമുള്ള ഇടങ്ങളിലെ പണം തിരികെ കിട്ടപ്പെടും, പണം നഷ്ടപ്പെട്ടവർക്ക് പണം തിരികെ ലഭിക്കുമെന്ന് പറഞ്ഞത് മോദിയാണ്. നരേന്ദ്രമോദി അത്തരത്തിലൊരു പാഴ്വാക്ക് പറയാറില്ല. എന്തുകൊണ്ടായിരിക്കും അത്തരത്തിൽ പറഞ്ഞത്? കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷം പണം നഷ്ടപ്പെട്ടവർക്ക് കൃത്യമായിട്ട് പണം നൽകുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. കാരണം ആരാണോ ഇതിനകത്ത് മുതൽ കെട്ടിട്ടുള്ളത് ആ മുതൽ കെട്ടിട്ടുള്ള എല്ലാ സഖാക്കളും
ജയിലഴികൾക്കുള്ളിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നത് തന്നെയാണ് അതിലൂടെ മോദി അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഈ CPM BJP ബാന്ധവം എന്നുള്ളത് കോൺഗ്രസ്സുകാർ ചുരുട്ടിമടക്കി അവരുടെ പോക്കറ്റിൽ വയ്ക്കുക, അതാണ് നല്ലത്. വെറുതെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിരോധം മാത്രമേ അതിനെ കാണാൻ കഴിയൂ. പകരം കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അന്വേഷണങ്ങളിലും CPM കുരുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. CPMന് കുരുക്ക് മുറുകുകയാണ് എന്നാണ് നമുക്കതിലൂടെ മനസ്സിലാക്കാനും കഴിയുന്നത്.